സലാഹുദ്ദീൻ മദനിയാണത്. ചവറ കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ സലാഹുദ്ദീൻ മദനി, സ്വാമി പുരുന്ദരാനന്ദ, കുര്യാക്കോസ് ഫാദർ മുണ്ടാടൻ ദീപം തെളിയിച്ചപ്പോൾ വയനാട് മുജാഹിദാണ്. അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറഞ്ഞത്. ഇവരിങ്ങനെ പറയുമ്പോ ഓരെ പറ്റി അത് പിന്നെ കള്ളുടിയന്മാരും തല്ലുടി അങ്ങനെയാണ്. കുറെ കൊലക്കേസും കുറെ കേസുകൾ അങ്ങനെ തെളിയിലുണ്ടല്ലോ. രണ്ട് ഗ്രൂപ്പ് ആവുമ്പോഴാണ് ഓല് ദീപം കൊളുത്തിയതും ഓല് കത്തിച്ചതും ഓല് അങ്ങിട്ടാക്കിയതും ഓല് ഇങ്ങിട്ടാക്കിയതും. അതുകൊണ്ട് നിലവിളക്കിനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കെതിരെ ഉറഞ്ഞു നിൽക്കുന്ന മൗലവിമാരെ, നിങ്ങളുടെ തറവാടിന്റെ ഖബർ ഞങ്ങൾ മാന്തുമെന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. അത് മനസ്സിലാക്കിയത് മുജാഹിദ് മൗലവിമാർ ചെയ്തതാണ്. ഇത് നിങ്ങൾക്കറിയോ? അമ്പലത്തിൽ തേങ്ങ ഉടക്കൽ ആരെ പരിപാടി? മൗലവിമാരെ. നോക്കൂ നിങ്ങൾ ആ മൗലവിമാരെ തെരിയങ്ങളെ കഴിഞ്ഞില്ല. മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി. ക്ഷേത്രത്തിൽ ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ സഹോദരനായ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത്. കണ്ടോങ്ങളെ, ബ്രിട്ടീഷ് ചാരന്മാർ മുസ്ലിം രാഷ്ട്രങ്ങളിൽ എന്ന് പറഞ്ഞ് വഹാബി പ്രസ്ഥാനം ബ്രിട്ടീഷ് ജാരസന്തതിയാണ് എന്നുള്ള പുസ്തകം രചിച്ചപ്പോ രണ്ട് മുജാഹിദിന്റെയും പക്ഷത്ത് നിന്ന് ഹംഫർ എന്ന ബ്രിട്ടീഷ് ചാരൻ എന്ന് പറഞ്ഞ് അതിനെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ ഒരു മൗലവിയാണ് മങ്കട അബ്ദുൽ അസീസ് മൗലവി. അയാൾ ഏത് സാരഥ്യാണ് വഹിച്ചിരുന്നത്? മൗലവി എന്നെ പറയട്ടെ, അയാളുടെ സംഘടനാപരമായ ബന്ധം പറയട്ടെ മൗലവി. പറയും അയാളൊരു സംഘടനാ ഭാരവാഹി എന്നല്ലല്ലോ, അയാളൊരു സാഹിത്യകാരൻ എന്നൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി എന്നല്ലാതെ. സംഘടനാ ഭാരവാഹി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി. അതെന്നെ കേട്ടോളി. അപ്പൊ സംസ്ഥാന പ്രസിഡന്റ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് തേങ്ങ ഉടക്കൽ കർമ്മം അമ്പലത്തിൽ വെച്ച് നിർവഹിച്ചു. നിഷേധിക്കാൻ കഴിയോ? ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സമുദായത്തില് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും മന്ദക്കം ഇത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾ മുതിർന്നിട്ടുണ്ടെങ്കിൽ മക്കളെ, ആ കലം അടുപ്പിൽ നിന്ന് മാങ്ങിവെക്കലാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സംസാരിക്കുമ്പോൾ സൗണ്ട് കുറക്കരുത് കേട്ടോ. എന്നിട്ട് പല വിഷയങ്ങളും പറഞ്ഞ് വിമർശിക്കാം. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്? സലഫി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതെല്ലാവരും കണ്ടവരാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നിട്ടത് മടകൂരിയാളതാണ്, അത് മറ്റൊരുതാണ്, മറിച്ചൊരുതാണ് എന്ന് പറയാം. ഇയാളിപ്പോ മടകൂരികൾക്കെതിരെ ഒരു വടി കിട്ടിയ പാഞ്ഞടിക്കുക. എന്നാ മൗലവി ഭാഗത്തിന്റെ കഥ എന്താ? ഇയാൾ എന്നെ ഉറഞ്ഞു തുള്ളുന്നത് കണ്ടോ? ഈ അവരുടെ സ്ഥാപനത്തിൽ നടക്കുന്ന പേക്കൂത്തുകളെ സംബന്ധിച്ച് മൗലവി എന്നെ പറയുന്നത് നോക്കൂ നിങ്ങളെ. അദ്ദേഹം പറയട്ടെ വിഷയം. നമ്മൾ മുജാഹിദീകൾക്ക് അറിയാത്ത കുറെ വിഷയമുണ്ട്. ഇപ്പൊ ഈ മ്യൂസിക് ഭയങ്കര തെറ്റാത്. ഇവിടെ ഇപ്പൊ ഞാൻ കേട്ടത് ഇവിടുത്തെ സ്കൂളില് നല്ല മ്യൂസിക്കും റിക്കാർഡ് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. എന്തിനാ കൂട്ടരങ്ങളിൽ കമ്മിറ്റി സ്കൂൾ നടത്തണത്? പിരിച്ചുവിടണത്. നമ്മളെ സംസ്കാരം പഠിപ്പിക്കാനാ സ്കൂൾ നടത്തണത്. NSS സ്കൂൾക്കും ക്രിസ്ത്യാനികളുടെ സ്കൂൾക്കും പോയാൽ ഓലെ സംസ്കാരം പഠിക്കും. അതുകൊണ്ട് നമ്മളെ സംസ്കാരം പഠിപ്പിക്കാനാ സ്കൂൾ ഉണ്ടാക്കണത്. ആ മുസ്ലിമിങ്ങളില്ല, മുസ്ലിം ഉണ്ടെങ്കിൽ ഓലോട് പറയണം ഇത് ഇസ്ലാമിക കമ്മിറ്റി നടത്തണാണ്, അതിനനുസരിച്ചേ ഇവിടെ ഉണ്ടാവുള്ളൂ. ആട്ടവും പാട്ടും കൂത്താട്ടവും ഒന്നും ഇവിടെ ഉണ്ടാവില്ല. കുട്ടികൾ, ചെറിയ കുട്ടികൾ പാടിക്കോട്ടെ, കഥ പറഞ്ഞോട്ടെ, അതൊന്നും ഇവിടെ കുഴപ്പമില്ല. എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ മ്യൂസിക്? സംഗീതപകരണങ്ങൾ ഹറാമാണെന്ന് പറയുന്ന കർശനമായ ഹദീസുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനധികം നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളെ വേഷം കണ്ട കാർക്കിച്ച് തുപ്പാൻ തോന്നും. അല്ലേ ഇസ്ലാമിക കമ്മിറ്റികൾ നടത്തുന്ന എന്നൊക്കെ കമ്മിറ്റിയിൽ എടുക്കുമ്പോ തന്നെ പറഞ്ഞൂടെ ഇത് ഇസ്ലാമിന്റെ കമ്മിറ്റി നടത്തുന്ന സ്ഥാപനമാണ്, ഇവിടേക്ക് വരുമ്പോ പർദ്ദട്ട് വരണമെന്ന്. എന്നിട്ട് ഓളെ അരക്കച്ചും മുക്കാക്കച്ചും സാരിയും പടപുറത്തും അവലാ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നേ. എന്നാ പിന്നെ നിങ്ങൾ സ്കൂൾ നടത്തണോ? NSS അയച്ചു കൊടുത്തൂടെ? അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സ്കൂൾക്കാരൻ അയച്ചൂടെ? നമ്മളെ സംസ്കാരം പഠിപ്പിക്കാനാണ് നമ്മൾ സ്കൂൾ നടത്തണത്. ഇതൊന്നും പറയാമ്പോഴാരുമില്ല. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ വളരുന്നത്. അയാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് മുജാഹിദുകളോട്, നമ്മളെ മുജാഹിദുകൾക്ക് അറിയാത്ത കുറെ സംഗതി ഉണ്ട് പറഞ്ഞിട്ട് അയാൾ തുടങ്ങിയത്. ഇത് സ്വകാര്യമാണ്, ആരും പറയരുത്. കാരണം ഓല് തമ്മിൽ നടത്തിയൊരു വിഷയമാണ്. നമ്മൾ മുജാഹിദ് മഹലിൽ നടപ്പാക്കേണ്ട കുറെ വിഷയങ്ങൾ ഉണ്ട്. ഇയാൾ തന്നെ പറയുന്നുണ്ട് സ്ത്രീധനം വേണ്ട, ആറാമാന്ന് പറയാം, ഞങ്ങൾ തന്നെ പോയി വാങ്ങുക.
നിങ്ങൾ എന്ത് മുജാഹിദീങ്ങളാ ഇയാൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വിഷയവും മുജാഹിദീങ്ങളോട് രഹസ്യമായിട്ട് കുറച്ച് ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ചെയ്ത വിഷയമാണ്. പിന്നെ എങ്ങനെ കിട്ടിയത്? അത് വല്ല ജിന്നുകളും കൂടെ നിന്നായിരിക്കും. അങ്ങനെ കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനെയാണല്ലോ. ജിന്നുകളെ വിഷയത്തിലൊക്കെ കടക്കുകയാണെങ്കിൽ റഹ്മാനായ റബ്ബെ അത് വളരെ വിശാല, അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം ഇങ്ങനെ പരിപാടി മുഴുവൻ ഇങ്ങനെ ഒക്കെ മജ്ദൂബീങ്ങൾ ഒക്കെ തോന്നിയ മൗലവിമാര് തോന്നിയത്. ഇപ്പൊ ഒരു മൗലവി എ പി അബ്ദുൽ ഖാദർ മൗലവി കോടതിയില് പലിശ കിട്ടാൻ വേണ്ടി കേസ് കൊടുത്തു. ഈ മൗലവിമാര് ഇവർ ഇങ്ങോട്ടെതിരെ പറയുമ്പോൾ ഇവർ അങ്ങോട്ട് പറയും. നോക്കി നോക്കി നിങ്ങള്. മടവൂരിന്റെ ഒരാൾ അലിമദനി പറയട്ടെ. മറ്റേ മൗലവിക്ക് ഒറ്റപ്പാലം റെന്റ് കൺട്രോൾ മുൻസിഫ് കോടതി മുമ്പാകെ ബഹുമാനനായ എ പി അബ്ദുൽ ഖാദർ മൗലവി എഴുതി കൊടുത്തിട്ടുള്ള കേസാണിത്. ഇതിലെന്താണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്? അറിയാം നിങ്ങൾ, പലിശ ലഭിക്കാൻ വേണ്ടിയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. എതിർകക്ഷിയാൽ ഹർജിക്കാരന് വരേണ്ട താഴെ ചേർത്ത പ്രകാരമുള്ള വാടക ബാക്കിയും പലിശയും മേലാൽ വസൂലാവുന്നതുവരെ 6% പ്രകാരമുള്ള പലിശയും പിന്നീട് മുറിയൊഴിഞ്ഞു കിട്ടുന്നത് വരെ പലതുമുണ്ട്. നോക്കൂ നിങ്ങൾ, പലിശ ലഭിക്കാൻ വേണ്ടി കേസ്